വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. രാധയുടെ മകന് സർക്കാർ സർവീസിൽ നിയമനം നൽകിയ ഉത്തരവ് മന്ത്രി നേരിട്ട് കൈമാറി. അതിനിടെ രാധയുടെ വീട്ടിലെത്തിയ മന്ത്രിയെ തടഞ്ഞ് SDPയും കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി. അതേസമയം സർക്കാർ കുടുംബത്തിനൊപ്പമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുകയുണ്ടായി. അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നും നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് ഉത്തരവുടനിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, എങ്ങനെയാണ് വിവരങ്ങൾ? വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ ആക്രമിച്ച് കൊല്ലുകയും RRT ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ചെയ്ത കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലാനുമുള്ള തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു. എന്തായാലും ഇന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ജില്ലയിലെത്തിയിരുന്നു. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മന്ത്രി മുഖ്യമന്ത്രിയുമായി ഓൺലൈനിൽ സംസാരിക്കുകയുണ്ടായി. വയനാടിന്റെ ഒരു സാഹചര്യം, ഇന്നത്തെ ഒരു പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ ആശങ്ക, ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കുകയുണ്ടായി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് പ്രകാരം എ.കെ. ശശീന്ദ്രൻ പിന്നീട് രാധയുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. രാധയുടെ വീട്ടിലെത്തിയ എ.കെ. ശശീന്ദ്രൻ രാധയുടെ മകന് ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറി. അതുപോലെ തന്നെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഉണ്ടായതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എ.കെ. ശശീന്ദ്രൻ രാധയുടെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രാധയുടെ മരണത്തെ ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി SDPI പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ തന്നെ കർഫ്യൂ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് പ്ലാന്റേഷന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്യാമ്പിലേക്ക് ഈ പ്രവർത്തകരെല്ലാം തന്നെ രാഷ്ട്രീയ കളിയുടെ ഭാഗമായി എന്ന് വേണം പറയാൻ. ഇവിടേക്ക് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള നിലയിൽ ആക്രമണം അടക്കം നടത്തുന്ന സ്ഥിതിയിലേക്ക് പോയിരുന്നു. എന്നാൽ ADMന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും 11 കാര്യങ്ങൾ, ഇവർ നിർദ്ദേശിച്ച 11 കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിൽ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യമടക്കം ADM ഇവരെ അറിയിച്ചിരുന്നു. എന്നാൽ പോലും ഈ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഉത്തരവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടും എന്നിട്ട് പോലും ആ സമയത്ത് പിരിഞ്ഞുപോയ ജനങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കാൻ എ.കെ. ശശീന്ദ്രൻ അവിടെ എത്തുന്ന സമയത്ത് തടയാനുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇന്ന് കുറച്ചു പേർ അവിടേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ പോലീസിന്റെ ഏറ്റവും സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മന്ത്രിക്ക് രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. എന്നാൽ രാധയുടെ വീട്ടുകാർ എ.കെ. ശശീന്ദ്രനെ വളരെ സൗഹൃദപരമായി തന്നെയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉത്തരവടക്കം, അതായത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ്, അതുപോലെ തന്നെ മകന് ജോലിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, ഇതൊക്കെ തന്നെ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമാണ് മന്ത്രിയുടെ സന്ദർശനം എന്നുള്ളത് കുടുംബാംഗങ്ങൾ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, തുടർച്ചയായി ആക്രമണ കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത്. ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, എൻ്റെ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ താൽക്കാലിക ജോലിയാണ് ഇന്ന്, ആ ഉത്തരവ് ഇന്ന് കൊടുത്തു. അതേസമയം ഇന്ന് രാവിലെ RRT പ്രവർത്തകനെ കടുവ ആക്രമിക്കുകയുണ്ടായി. കടുവയുടെ ലൊക്കേഷൻ ഒക്കെ തന്നെ ഇപ്പോൾ തറാട്ട് മേഖലയിലാണ് കടുവ ഉള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100-ലധികം ക്യാമറകൾ സ്ഥാപിക്കാനും വയനാടിനായി 100-ലധികം ക്യാമറകൾ നൽകാനും ഉള്ള തീരുമാനം ഈ ഒരു ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്യാനും കടുവയെ കൂട്ടിലടക്കാനോ അല്ലെങ്കിൽ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലാനുമുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയാണ് RRT ഉദ്യോഗസ്ഥരും വനംവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും, ഏകദേശം 100ഓളം ജീവനക്കാർ ഇതിനായി, പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിനായി പുറപ്പെട്ടു കഴിഞ്ഞു. 24 മണിക്കൂറും ഉള്ള പ്രവർത്തനമാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ആ നിലയിൽ കൃത്യമായ രീതിയിലുള്ള നടപടി ഉന്നതതല യോഗത്തിന് ശേഷം അതിൽ തീരുമാനിക്കുകയും അത് കൃത്യമായി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ കടുവാ ദൗത്യത്തിൻ്റെ ഭാഗമായി രാവിലെ 6 മുതൽ 48 മണിക്കൂർ പഞ്ചാരക്കൊല്ലി, മേലെ ചിറക്കര, പിലാക്കാവ്, 3 റോഡ് ഭാഗം, മണിയംകുന്ന് പ്രദേശങ്ങളിൽ കർഫ്യൂ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൗത്യത്തിൻ്റെ ഭാഗമായി.